Okay, dear students, നമ്മൾ ഇന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ തിയറി പാർട്ട് കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. തിയറി പാർട്ടിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക്, പ്ലേലിസ്റ്റ് ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോസിന് ലൈക്ക് കൂടി ചെയ്യുക, ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് സജഷൻസ് വല്ലതുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കോളർ ജോയിൻസ് ഷാൽ ബി ഫിനിഷ്ഡ് ഓഫ് വിത്ത് ദ ഫില്ലറ്റ് സ്ലോപ്പിംഗ് അറ്റ് ഡാഷ് ടു ദി സർഫസ് പൈപ്പ്. ഇപ്പോൾ ഫില്ലറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് പൈപ്പിനകത്ത് നമ്മൾ കോളർ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നുകിൽ ലെഡ് ഇൻസേർട്ട് ചെയ്യും, അല്ലെങ്കിൽ സിമെൻറ്റ് മോർട്ടാറാണ് ചെയ്യുക. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പൈപ്പ്. ഓക്കെ, അത് എത്ര സ്ലോപ്പിലാണ് ചെയ്യുന്നത്? അതാണ് ചോദ്യം. 45 ഡിഗ്രിയിലാണ് ചെയ്യുക. ഇങ്ങനെ പൈപ്പിൻ്റെ കോളർ ഇങ്ങനെ ഒരു ഭാഗമാണെങ്കിൽ ഇവിടെയാണ് ഇങ്ങനെ ഫില്ലറ്റ് ചെയ്ത്, ഇത് രണ്ടാമത്തെ പൈപ്പ് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ് 45 ഡിഗ്രി. ഇനി ദ ഫിനിഷ്ഡ് കോളർ ജോയിൻസ് ഷാൽ ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ക്യൂഡ് ഫോർ അറ്റ്ലീസ്റ്റ്. ഈ ഫില്ല് ചെയ്ത ജോയിൻ്റ് എത്ര സമയം നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണം? അതാണ് 24 hours. ക്യൂഡ് എന്ന് പറയുന്നത് ക്യൂറിങ്, നമ്മുടെ നനച്ച് മോയ്സ്ചർ വെച്ചിട്ട് സൂക്ഷിക്കുന്ന സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മേക്ക് ദ AC ഹൈഡ്രോളിക് കപ്ലിംഗ് ജോയിൻറ്റ് വാട്ടർ പ്രൂഫ്. AC ഹൈഡ്രോളിക് കപ്ലിംഗ് വാട്ടർ പ്രൂഫായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നത് എന്താണ്? റബ്ബർ റിംഗ് ആണ് കേട്ടോ. AC പൈപ്പ് എന്നുള്ളത് ആസ്പെറ്റോ സിമെൻറ്റ് പൈപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് കപ്ലിംഗ് എന്ന് കൂട്ടി വയ്ക്കുക. അടുത്തത്, ഹൗ മെനി റബ്ബർ റിങ്സ് ആർ ദെയർ ഇൻ AC ഹൈഡ്രോളിക് കപ്ലിംഗ് ജോയിൻറ്റ്. ഈ AC ഹൈഡ്രോളിക് കപ്ലിംഗ് ജോയിൻറ്റിനകത്ത് എത്ര റബ്ബർ റിങ്സ് ഉണ്ടാവും? 2 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് വാട്ടർ പ്രൂഫായിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ബെൽ സ്പിഗോട്ട് ജോയിൻറ്റ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ. ബെൽ ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ്സ് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്? കാസ്റ്റ് അയൺ പൈപ്പ്സിൻ്റെ കേസിലാണ് ബെൽ ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ദ ഫീമെയിൽ പാർട്ട് ഓഫ് എ സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഈസ്. ഈ സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ ഫീമെയിൽ പാർട്ട് ഏതാണ്? സോക്കറ്റ് ആയിരിക്കും. ഒന്ന് സ്പിഗോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന സ്ഥലത്തിന് സ്പിഗോട്ട് എന്നും, ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ പോർഷനെയാണ് നമ്മൾ എന്താ പറയുക, പിന്നെ സ്പിഗോട്ട് എന്നും പറയാം. അപ്പോൾ ഫീമെയിൽ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് സോക്കറ്റ്, ഈ കുഴിഞ്ഞിരിക്കുന്ന പാർട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് മെയിൽ പാർട്ട് സ്വാഭാവികമായിട്ട് വന്നപ്പോൾ എന്തായിരിക്കും? സ്പിഗോട്ട് മെയിൽ പാർട്ടാണ്. ദെൻ ഡാഷ് ജോയിൻറ്റ് കനോട്ട് ബി യൂസ്ഡ് സച്ച് പ്ലേസസ് വെയർ ഇറ്റ് ഹാസ് ടു ബി ഇയർ വൈബ്രേഷൻ ഓർ ഡിഫ്ലക്ഷൻ ഓഫ് പൈപ്പ്. ഇത് ഇതിനു മുമ്പ് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. വൈബ്രേഷനോ ഡിഫ്ലക്ഷനോ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ജോയിൻ്റ് ഏതാണ്? ഫ്ലാഞ്ചഡ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഡാഷ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 പൈപ്പ്സ് വിത്ത് ഡിഫറൻറ്റ് ഡയമീറ്റർ ഉള്ള 2 പൈപ്പ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിറ്റിങ്ങിൻ്റെ പേരെന്താണ്? റെഡ്യൂസർ കപ്ലിംഗ്. 2 ഡിഫറൻറ്റ് ഡയമീറ്റർ പൈപ്പ്സ് യൂസ്ഡ് ടു കണക്ട് 2 ഡിഫറൻറ്റ് ഡയമീറ്റർ പൈപ്പ്സ്. ഇതൊക്കെ തിയറിയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിയറിയുടെ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. എ പൈപ്പ് ഫിറ്റിംഗ് ഫോർ കണക്ഷൻ എ സർവീസ് പൈപ്പ് ടു വാട്ടർ മെയിൻ ഈസ്. സർവീസ് കണക്ഷൻ കൊടുക്കാം. മെയിൻ വാട്ടർ ലൈനിൽ നിന്ന് ഒരു സർവീസ് കണക്ഷൻ, റോഡ് സൈഡിലുള്ള പൈപ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ തരാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്തുള്ള ഫിറ്റിങ്ങിൻ്റെ പേരെന്താണ്? ഫെറൂൾ. ഇനി ഫെറൂൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫെറൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രാസ് കൊണ്ടാണ് ഫെറൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എ പൈപ്പ് ഫിറ്റിംഗ് ഫോർ പ്രൊവൈഡിങ് ഷാർപ്പ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. ഷാർപ്പ് ചേഞ്ച് എന്ന് അണ്ടർലൈൻ ഇട്ട് വായിക്കുക. ഷാർപ്പ് ചേഞ്ച് ഇൻ എ പൈപ്പ് ലൈൻ, ദാറ്റ് ഈസ് കോൾഡ്, അതിനെന്താണ് പറയുക? എൽബോ എന്നാണ് പറയുക. എൽബോ. ഓക്കെ, ഹൗ മെനി ടൈപ്സ് ഓഫ് എൽബോസ് ആർ ദെയർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പാറ്റേൺ ഓഫ് ത്രെഡ്. ത്രെഡ് പാറ്റേൺ അനുസരിച്ച് എത്ര ടൈപ്പ് എൽബോസ് ഉണ്ട്? ഒന്ന്, ടൈപ്പ് ഓഫ് ത്രെഡ് ബേസ് ചെയ്തുകൊണ്ട് എത്ര ടൈപ്പ് എൽബോസ് ഉണ്ട്? 2 ടൈപ്പാണുള്ളത്. ഇതിനകത്ത് വരുന്നത് ഇൻറ്റേർണൽ ത്രെഡും ഉണ്ട്, എക്സ്റ്റേണൽ ത്രെഡും ഉണ്ട്.
ശരിക്കും 3 ടൈപ്പ് വരുന്നുണ്ട്. M+F എന്ന് പറയുന്ന മെയിൽ പ്ലസ് ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഇനി വാട്ട് ഫോർ ടി ഈസ് യൂസ്ഡ് ഇൻ പൈപ്പ് ലൈൻ. ടി എന്തിനാണ് പൈപ്പ് ലൈനകത്ത് ഉപയോഗിക്കുന്നത്? ടു ടേക്ക് ബ്രാഞ്ചസ്. അപ്പം ബ്രാഞ്ച് കണക്ഷന് വേണ്ടിയിട്ടാണ് ടി ഉപയോഗിക്കുന്നത്. ടീനകത്ത് തന്നെ റെഡ്യൂസർ ടി എന്ന് പറയുന്ന ഓപ്ഷനും അവൈലബിൾ ആണ്. വേർ ഈസ് ക്യാപ്പ് ഈസ് യൂസ്ഡ് ഓൺ എക്സ്റ്റേണൽ ത്രെഡ് ഓഫ് പൈപ്പ്. ക്യാപ്പ് എക്സ്റ്റേണൽ ത്രെഡിനും പ്ലഗ് ഇൻറ്റേർണൽ ത്രെഡിനുമാണ് എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, PVC പൈപ്പ്സ് ഷാൾ ബി ലേഡ് അറ്റ് ലീസ്റ്റ് ഡാഷ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര താഴെയാണ് PVC പൈപ്പ് ലേ ചെയ്യേണ്ടത് എന്നുള്ളത്? 90 സെൻറ്റിമീറ്ററാണ്. രണ്ട് സൈഡിലേക്ക് ഉണ്ടാവേണ്ട ഗ്യാപ്പ് 15 സെൻറ്റിമീറ്റർ വീതമാണ്. PVC പൈപ്പിൻ്റെ ഔട്ടർ ഡയയിലേക്കാളും 30 സെൻറ്റിമീറ്റർ കൂടുതലാണ് വേണ്ടത്. അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്ററാണ്. ഇത് 30 + OD ആണ് കേട്ടോ. ഇനി ദ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ഡാഷ് ഇൻ നേച്ചർ മസ്റ്റ് നോട്ട് ബി യൂസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഹോട്ട് സർഫസ്. ഏത് ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് ചൂടാവുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കേണ്ടത്? അത് ഉത്തരം തെർമോ പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, സൈറ്റ് റെയിൽസ് ആർ യൂഷ്വലി ഫിക്സഡ് അറ്റ് ഡാഷ് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. എത്ര ദൂരത്തിലാണ് സൈറ്റ് റെയിൽസ് ഫിക്സ് ചെയ്യേണ്ടത്? 7.5 മീറ്റർ അകലങ്ങളിലാണ് സൈറ്റ് സെൻറ്ററുകൾ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, സൈറ്റ് റെയിൽ സെൻറ്റർ ടു സെൻറ്റർ ഫിക്സ് ചെയ്യേണ്ടത്. ഡ്രസ്സർ കപ്ലിംഗ് ജോയിൻറ്റ് ആൻഡ് വിക്ടോളിക് ജോയിൻറ്റ്സ് ആർ മെക്കാനിക്കൽ ജോയിൻറ്റ്. ഡ്രസ്സർ കപ്ലിങ്ങും ആൻഡ് വിക്ടോളിക് ജോയിൻറ്റും മെക്കാനിക്കൽ ജോയിൻറ്റ്സ് ആണ്. ഇനി ദ ജോയിൻറ്റ് വിച്ച് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് വാട്ടർ ലൈൻസ് ഓവർ ബ്രിഡ്ജസ് വെർ ഇറ്റ് ഹാസ് ടു ബിയർ വൈബ്രേഷൻ ഈസ്. ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയൊക്കെ, അപ്പം ബ്രിഡ്ജിന് സ്വാഭാവികമായിട്ടും വൈബ്രേഷൻ ഉണ്ടാകും. അവിടെ ഉപയോഗിക്കേണ്ട ജോയിൻറ്റ്, ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഏതാണ്? അപ്പോൾ അതിന് ഡ്രസ്സർ കപ്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡ്രസ്സർ കപ്ലിംഗ് അടുത്തത് ദ നെയിം ഓഫ് കപ്ലിംഗ് വിച്ച് ഹാസ് മെയിൽ ത്രെഡ് അറ്റ് വൺ എൻഡ്. ഒരു സ്ഥലത്ത് മെയിൽ ത്രെഡുള്ള കപ്ലിങ്ങിൻ്റെ പേരെന്താണ്? അതിന് എക്സ്റ്റൻഷൻ പീസ് എന്നാണ് പറയുന്നത്. എക്സ്റ്റൻഷൻ പീസ്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് വെൻ ഡാഷ് ആർ യൂസ്ഡ് ഇൻ പൈപ്പ് ലൈൻസ് ഇറ്റ് ഈസ് ഈസി ടു ഡിസ്മാൻഡിൽ ആൻഡ് റിപ്പയർ. എന്തുപയോഗിക്കുമ്പോഴാണ് ഈസി ആയിട്ട് ഡിസ്മാൻഡിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്? അതെപ്പോഴും നമ്മൾ യൂണിയൻ ഉപയോഗിക്കുമ്പോഴാണ്. യൂണിയൻ നമ്മളെ വാട്ടർ ടാങ്കിൻ്റെ എൻഡിലൊക്കെ കാണുന്ന ടൈപ്പ് ജോയിൻ്റ് ആണ് യൂണിയൻ. ഓക്കെ, അടുത്ത ചോദ്യം, വൈ യൂണിയൻസ് ആർ പ്രൊവൈഡഡ് ഇൻ പൈപ്പ് ലൈൻസ്. പൈപ്പ് ലൈനിൽ യൂണിയൻ എന്തിനാണ് നൽകിയിരിക്കുന്നത്? ഫോർ ഈസി ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിപ്പയറിംഗ് വർക്ക്. തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയാണ്. ഓക്കെ, എ വാൾവ് ഈസ് ആക്ച്വേറ്റഡ് ബൈ എ ഫ്ലോട്ട് ടു കൺട്രോൾ ദ ഫ്ലോ ഇൻ ടു എ ടാങ്ക് ഈസ്. വെള്ളത്തിലെ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വേറ്റഡ് ബൈ ഫ്ലോട്ട് കൊണ്ടാണ് ആക്ച്വേറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് ഓപ്പൺ ആകും ക്ലോസ് ചെയ്യാനൊക്കെ ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ കേസിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഫ്ലഷ് ടാങ്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഫ്ലോട്ട് വാൾവ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്ലോട്ട് വാൾവാണ് ഉത്തരം. അടുത്ത ഡാഷ് വാൾവ് ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ഓഫ് വാട്ടർ ടു ഫ്ലഷ് ടാങ്ക്. ഓക്കെ, ഫ്ലഷ് ടാങ്കിലുള്ള വെള്ളം ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാൾവ് ഏതാണ്? ഫ്ലോട്ട് വാൾവ്. ഇനി സ്റ്റേറ്റ് ദ യൂസ് ഓഫ് ഡൈസെറ്റ്സ്. ഡൈസെറ്റ്സിൻ്റെ ഉപയോഗം എന്താണ്? ടു കട്ട് ത്രെഡ് ഓൺ പൈപ്പ്സ് എക്സ്റ്റേണലി. എക്സ്റ്റേണൽ ത്രെഡ് പൈപ്പിൽ കട്ട് ചെയ്യാനാണ് ഡൈസെറ്റ് ഉപയോഗിക്കുന്നത്. ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എപ്പോഴും ടാപ്പാണ്. നെയിം ദ ടൂൾ യൂസ്ഡ് ടു ചെക്ക് ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡ്. ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് പൈപ്പ് പ്ലഗ് ത്രെഡ്. ഇൻറ്റേർണലി തിരിച്ച് താഴെ വരെ ഇറക്കി ത്രെഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ത്രെഡ് ഫോർമേഷൻ. ദ ടോപ്പ് സർഫസ് ജോയിനിങ് ദ ടു സൈഡ്സ് ഓഫ് എ ത്രെഡ് ഈസ്. ത്രെഡിൻ്റെ രണ്ട് ടോപ്പ് സർഫസുകൾ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിന് പറയുന്ന പേരെന്താണ്? ക്രസ്റ്റും. ഇതിന് ആ ടോപ്പ് സർഫസിന് ക്രസ്റ്റും ബോട്ടം സർഫസിന് നമ്മൾ പറയുന്നത് റൂട്ടുമാണ്. ഓക്കെ, ദ ബോട്ടം സർഫസ് റൂട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എ ഫിറ്റിംഗ് ദാറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ബിറ്റ്വീൻ അഡ്ജസൻറ്റ് പൈപ്പ്സ്. രണ്ട് തൊട്ടടുത്ത പൈപ്പുകൾ തമ്മിൽ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഫിറ്റിങ്ങിൻ്റെ പേരെന്താണ്? എൽബോ ആണ്. എ പ്രൊജക്റ്റഡ് ഫ്ലാറ്റ് റിം ഓൺ ദ എൻഡ് ഓഫ് എ വാൾവ് പൈപ്പ് എറ്റ്സെട്ര. പൈപ്പിൻ്റെ വാൾവിൻ്റെ ഒക്കെ എൻഡിലുള്ള ആ സംഭവത്തിന് പറയുന്ന പേരെന്താണ്? ഫ്ലാഞ്ച് എന്നാണ് പറയുക കേട്ടോ. ഫ്ലാഞ്ച്
അത് ഇങ്ങനെ പൈപ്പിൻ്റെ ഒക്കെ തറ്റത്ത് എക്സ്ട്രാ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന സംഭവമാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എ ട്യൂബുലാർ പൈപ്പ് ഫിറ്റിംഗ് യൂഷ്വലി ത്രെഡഡ് ഓൺ ബോത്ത് എൻഡ്സ് ആൻഡ് ലെസ് ദാൻ 300 mm. നിപ്പിളിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു 300 mm താഴെയേ ലെങ്ത് പാടുള്ളൂ, രണ്ട് തറ്റത്തും ത്രെഡ് ഉണ്ടാകുന്ന ആ ഫിറ്റിങ്ങിൻ്റെ പേരെന്താണ്? നിപ്പിൾ. ഓക്കെ, ലോങ് യൂസ്ഡ് ഫോർ കണക്ഷൻ പൈപ്സ് ഓർ ഫിറ്റിംഗ് ഈസ് കോൾഡ്. ട്യൂബുലാർ പൈപ്പ് ഫിറ്റിംഗ് യൂഷ്വലി ത്രെഡഡ് ഓൺ ബോത്ത് എൻഡ്സ് ആൻഡ് ലെസ് ദാൻ 300 mm. അതാണ് പോയിന്റ്. ഓക്കെ, എ പൈപ്പ് ഫിറ്റിംഗ് യൂസ്ഡ് ഫോർ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ടു പൈപ്സ് നെയ്തർ ഓഫ് വിച്ച് ക്യാൻ ബി ടേൺഡ്. രണ്ടാലൊന്ന് തിരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പൈപ്പ് ഫിറ്റിംഗ് അതേതാണ്? യൂണിയനാണ്. ഇനി വാട്ട് പ്രിക്കോഷൻസ് ആർ ടു ബി ടേക്കൺ അറ്റ് ദ എൻഡ് ഓഫ് വർക്ക് വൈൽ ലേയിങ് പൈപ്പ് ലൈൻസ്. പൈപ്പിൻ്റെ എൻഡിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എൻഡ് പൈപ്പ് എപ്പോഴും നമ്മൾ പ്ലഗ് ഉപയോഗിച്ചോ ക്യാപ്പ് ഉപയോഗിച്ചോ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അത് അതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും കയറാതിരിക്കാനാണ്. ഈ പൈപ്പ് ഫിറ്റിംഗ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് 4 പൈപ്സ് അറ്റ് റൈറ്റ് ആംഗിൾസ്. 4 പൈപ്പ് റൈറ്റ് ആംഗിൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിങ്ങിൻ്റെ പേരെന്താണ്? അതാണ് ക്രോസ്. ഓക്കെ, 4 പൈപ്പുകളായി 4 എൻഡിലും. എ പീസ് ഓഫ് കംപ്രസിബിൾ മെറ്റീരിയൽ ഓഫൺ പ്രിഫേർഡ് യൂസ്ഡ് ടു മേക്ക് എ ജോയിൻറ്റ് ബിറ്റ്വീൻ 2 ഫ്ലാറ്റ് സർഫസ് ഈസ് കോൾഡ്. കംപ്രസിബിൾ മെറ്റീരിയൽ ഓഫൺ യൂസ്ഡ് ടു മേക്ക് ജോയിൻറ്റ് ബിറ്റ്വീൻ 2 ഫ്ലാറ്റ് സർഫസസ്. ഈ ഫ്ലാറ്റ് സർഫസസ് എന്ന് പറയുന്നത് ഫ്ലാഞ്ചാണ് അല്ലേ? ഫ്ലാഞ്ചിൻ്റെ ഈ ഫ്ലാറ്റ് സർഫസസ് തമ്മിൽ ആ സമയത്ത് കംപ്രസും കൂടെയാകും. അതിൻ്റെ ഇടയിൽ വെക്കുന്ന സംഭവത്തിൻ്റെ പേര് പറയുന്നതാണ് ഗ്യാസ്കറ്റ്. ഇപ്പം ഗ്യാസ്കറ്റ് റബ്ബറിൻ്റെ ഗ്യാസ്കറ്റാണ് കോമൺ ഗ്യാസ്കറ്റ്, പിന്നെ സ്റ്റീലിൻ്റെ ഗ്യാസ്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെറ്റൽ ഗ്യാസ്കറ്റ് ഉണ്ട്, സ്റ്റീലാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് സ്പൈറൽ ഗ്യാസ്കറ്റ് എന്നാണ് പറയുക. പിന്നെ അല്ലാതെ റബ്ബർ വേറെ മെറ്റീരിയൽസ് കൂടെ അക്കോർഡിംഗ് ടു ദി പർപ്പസ് ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഗ്യാസ്കറ്റ്സ്. ദ ഫ്ലാഞ്ചസ് ആർ മെയ്ഡ് ലീക്ക് പ്രൂഫ് ബൈ. ഫ്ലാഞ്ചസ് ലീക്ക് പ്രൂഫ് ആക്കുന്നത് എങ്ങനെയാണ്? ഇത് ഗ്യാസ്കറ്റ് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഫ്ലാഞ്ചസ് ലീക്ക് പ്രൂഫ് ആക്കുന്നത്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ബെൻഡർ ഹാസ് ട്രൈപോഡ് സ്റ്റാൻഡ്. ട്രൈപോഡ് സ്റ്റാൻഡറുള്ള ബെൻഡർ ഏതാണ്? ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാക്കി വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി ചാനലിൽ ബാക്കി വീഡിയോസ് കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി ഒന്നുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.